ഇതാണ് എൻ്റെ കഴിഞ്ഞ മാസം ഒരു ചക്ക കിട്ടിയിരുന്നു, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാ. കഴിഞ്ഞ മാസമല്ല, അതിൻ്റെ മുമ്പത്തെ മാസം. ഓ നിനക്ക് എങ്ങനെയുണ്ട് എൻ്റെ കമ്പോസ്റ്റ്? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതുപോലെ ഉണ്ടാവും, ഉണ്ടാക്കി വെക്കേണ്ടി പെട്ടെന്ന് കമ്പോസ്റ്റ് ആവും. ഈ ചക്കമടൽ കരിയില അതുപോലെയല്ല, പെട്ടെന്നാവും. ഒരു നനവാ, ഈർപ്പത്തെ സംരക്ഷിക്കാൻ കഴിയും. കണ്ടോ, ഞാൻ ചക്കമടൽ ഇതിലിട്ടിട്ട് നട്ടുണ്ടാക്കിയ ചീര വളർന്നത് 3 ചീര. അത് കണ്ടോ, ഉഷ നോക്കി, എന്തോ ഉഷാർ. എനിക്ക് ഇതിനൊന്നും വിളവെടുക്കാൻ തോന്നൂല മക്കളെ, എന്താ ചെയ്യുക? ഈ ഉഷാർ കണ്ടാൽ നോക്കിക്കാൻ എനിക്കിഷ്ടമുള്ളൂ. ഞാൻ എൻ്റെ ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത്, നിങ്ങൾ തമ്പുലൈ കണ്ടിട്ടുണ്ടാവൂലേ, അത് തന്നെയാണ്. എന്തെന്നറിയാം, ചക്ക മടൽ കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുക. ഇപ്പം ചക്കൻ്റെ ഒരു സീസണാണല്ലോ. ഈ സമയത്ത് നമ്മൾ കുറേ കമ്പോസ്റ്റ് ഉണ്ടാക്കി പോകണം. എന്നാൽ പിന്നെ നമുക്ക് മഴക്കാലമാകുമ്പോഴൊക്കെ നല്ല വളം കിട്ടും, പൈസ കൊടുത്ത് വളം വാങ്ങണ്ട. കാരണം ഒരു ചക്കനോണ്ട് ഒരു ചാക്ക് കമ്പോസ്റ്റ് കിട്ടും, അത്രയ്ക്കും വലിയല്ലോ. ഏറ്റവും വലിയ ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ചക്കയാണല്ലോ. പിന്നെയെന്ന് പറഞ്ഞാൽ ചക്ക നമുക്ക് മടലിങ്ങനെയാക്കാം. ചക്ക കഴിക്കുന്നത് നമുക്ക് ക്യാൻസർ രോഗത്തെ വരെ തടയുന്ന ചക്ക നല്ലൊരു ഔഷധമാണ്. ഇപ്പം ചക്കൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, ചക്ക മടലിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പം എങ്ങനെയാണ് ചക്ക മടൽ കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ചക്ക മടൽ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ സൂപ്പറായിട്ടുണ്ടാവും. ഉണ്ടായത് ഞാൻ കാണിച്ചു തരാം, ലൈവിൽ കാണിച്ചു തരാം കേട്ടോ. നവീൻ, ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് ഇതാ ഇങ്ങനെയുള്ളൊരു ചാക്കിലാണ്. ചാക്കിനൊന്നും ഇപ്പം നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ചാക്ക് എവിടുന്നും കിട്ടും. ഇങ്ങനെയുള്ള ചാക്ക് മതി നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ. നമ്മൾ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതൊക്കെ മോഡൽ തന്നെയാണ് ഇതും. കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് നന്നായിട്ട് വളവും കിട്ടുന്നുണ്ട്, തോട്ടം വൃത്തിയാകുന്നുണ്ട്, മുറ്റും വൃത്തിയാകുന്നുണ്ട്. പിന്നെ ഞാൻ നൈട്രജൻ സമൃദ്ധമായ ഒരു പുല്ലുകൊണ്ട് ഒരു വളം ഉണ്ടാക്കുന്നുണ്ട്, ലിക്വിഡ് ദ്രാവക രൂപത്തിലുള്ള. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ മുറ്റത്ത് ഒരു പുല്ലുണ്ടാവില്ല, മുറ്റം നല്ല ക്ലീനായിരിക്കും. അപ്പോൾ എൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ വീടും പരിസരവും വൃത്തിയുമാണ്, കൂടാതെ നല്ല വളവുമാണ്. അതിനൊക്കെ ഉപരി ചില്ലിക്കാശ് മുടക്കണ്ട, അതാണ് മെയിന്. നമ്മൾ ചാണകം വാങ്ങാൻ പോയി നോക്കി, ചാണകത്തിന് ഒരു കൊട്ടയ്ക്ക് ഇവിടെ 40 രൂപ. ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല അവർ 40 വാങ്ങുന്നതിന്. കാരണം എന്താ അറിയോ, നമ്മൾ കിടന്നുറങ്ങുക പൊലച്ച ഒരു പുല്ലരിയാൻ പോവുക, എന്നിട്ടാണ് പശുവിനെ പോറ്റുന്നത്. അപ്പോൾ പിന്നെ അവരെ വാങ്ങുന്നതിന് ഒരു തെറ്റുമില്ല. അപ്പോൾ നമുക്ക് എന്താക്കുക, പൈസയൊന്നും ഇല്ലാത്തവർക്ക്, പശുവിനെ നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും പറ്റിയ പരിപാടിയാണ് എൻ്റെത്, കമ്പോസ്റ്റ് ഉണ്ടാക്കുക. ഇനി ഞാനിത് കെട്ടിയിട്ടോ, അങ്ങനെ കെട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് റൗണ്ടിൽ നിൽക്കണം. റൗണ്ടിൽ നിന്നില്ലെങ്കിൽ ഇത് മുറിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കത്രിക കിട്ടിയത്. റൗണ്ട് നിന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ ചെരിഞ്ഞു, ഒന്നിനും പറ്റാണ്ടാവും, വീണു പോകുക. പറ്റാണ്ടല്ല, വീണ് പോയാൽ പിന്നെ മറിഞ്ഞെന്ന് പറയാം. അപ്പം ഇങ്ങനെ മറിച്ചിടുക. ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് ചേമ്പ്, ചേന, പച്ചക്കറി, വെണ്ട, വഴുതന ഒക്കെ ഇതിൽ തന്നെ അങ്ങ് നടാം, ചാക്ക് മാറ്റണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിൽ തന്നെ ചക്ക മടൽ എന്ന് പറഞ്ഞാൽ നൈട്രജൻ സമൃദ്ധ, നൈട്രജൻ പൊട്ടാസ്യം ഒക്കെ നിറഞ്ഞു. ഈ നൈട്രജൻ എന്തിനാന്ന് ചോദിച്ചാൽ ചെടികൾ ആരോഗ്യത്തോടുള്ള വളർച്ചയ്ക്കും നല്ല പച്ചിപ്പിനും നന്നായിട്ട് പൂവിടാനും രോഗപ്രതിരോധത്തിനും എല്ലാം നല്ലതാണ്. അപ്പോൾ നൈട്രജൻ കണ്ടൻ്റായ ചക്ക മടൽ, ഇപ്പം ചക്ക സീസൺ, എല്ലാവരും ഉണ്ടാക്കിക്കോളിട്ടോ, ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ നിറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കുത്തി ഹോൾസാക്കും കേട്ടോ. ഹോൾസാക്കിയില്ലെങ്കിലുണ്ടല്ലോ ഇതിൽ ഒരു ദ്രാവകം പോലെ അത് കെട്ടിക്കിടന്നാൽ നിറയെ പുഴുക്കൾ വരും, സ്മെല്ലുണ്ടാവും. അതാണ് എന്നോട് എല്ലാവരും ചോദിക്കൂ, എൻ്റെ കരിയില കമ്പോസ്റ്റിൽ പുഴുക്കളാണ് പരാതി ഇങ്ങനെ വരും എനിക്ക്. അതെന്താണെന്ന് പറയുക, ഹോൾസ് ഇട്ടാൽ മതി, എന്നാൽ പുഴുക്കളൊന്നും ഉണ്ടാവില്ല, വെള്ളമൊക്കെ ഇങ്ങനെ വാർന്നു പോയിക്കോളൂ, ചെടീൻ്റെ അടിയിലുള്ള ഏതെങ്കിലും അടുത്ത ചെടിക്ക് കിട്ടിക്കോളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഇങ്ങനെ ഒന്ന് റൗണ്ടാക്കട്ടെ. ഹോൾസ് ഞാൻ ലാസ്റ്റ് ഇടുന്നുണ്ട്, എപ്പോൾ ഇടുന്നില്ല. റൗണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് ചക്കമടൽ ഇട്ടാലേ റൗണ്ടിൽ നിൽക്കുള്ളൂ. നമ്മൾ തുടക്കം
ആദ്യം തന്നെ ഇതാ ഇത് കണ്ടോ എന്തൊക്കെ കൊണ്ടുവച്ചെന്നറിയോ? ഒരു കൊട്ട ചക്കമടലി. ഇത് 2 ചക്കൻ്റെ കേട്ടോ. ഞാൻ നാട്ടിൽ പോയി വരുമ്പോൾ ചക്ക കൊണ്ടുവന്നേന്. ഇവിടെ മൂപ്പെത്തിയില്ല. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ആ ചോളെല്ലാം ഇരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് ബാക്കിയുള്ളത് ഞാൻ കമ്പോസ്റ്റ് ആക്കാൻ പോവുക. അപ്പോൾ നമുക്ക് ഭക്ഷണത്തിനുമായി വളവുമായി വളം ചെയ്ത് പച്ചക്കറിയും കിട്ടി. പിന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം മസ്റ്റാ. ഇനി അഥവാ അത് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ചാണക വെള്ളം പുളിപ്പിച്ചെടുക്കണം. പിന്നെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൊലികളൊക്കെ ഉള്ളത്. പിന്നെ മണ്ണ് കണ്ടമാനം വേണ്ട, മണ്ണ് കുറച്ച് മതി. ഇപ്പം ഞാൻ ഫസ്റ്റിലിടാൻ തുടങ്ങുക കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിൻ്റെ തുടക്കം കുറേ അങ്ങ് ഇടുക. ഇതിപ്പോൾ പേപ്പർ കണ്ടെങ്കിൽ ഈ പേപ്പർ എന്താ അറിയോ? നമ്മൾ ചക്ക നന്നാക്കുമ്പോൾ അടിയിൽ കുറേ പേപ്പർ വിരിക്കുമല്ലോ. ആ പേപ്പർ ഒന്നും അടിയും പടിയും ഇടണ്ട, നമുക്ക് ഇതിലേക്ക് ഇടാം. ഒക്കെ കമ്പോസ്റ്റ് ആയിക്കോളൂ. പിന്നെ ഇതെന്താ അറിയോ? മത്തൻ വിത്തിന് വേണ്ടിയിട്ട് ഞാനൊരു പഴുത്ത മത്തൻ എടുത്ത് വെച്ചിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഇന്ന് ഒരു സൈഡ് ഇങ്ങനെ കേട് വരുന്നു. വേഗം വിത്തെടുത്ത് വെച്ച് എന്നിട്ട് അതും ഇതിലിടാം. എല്ലാം കമ്പോസ്റ്റ് ആവും. എല്ലാം കമ്പോസ്റ്റായിട്ട് നൈട്രജൻ കണ്ടൻറ്റാണ് മൊത്തം. ശ്രദ്ധിക്കേണ്ടത് പ്ലാസ്റ്റിക് ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് എന്തൊരു ലാഭത്തിലുണ്ടാക്കാമെന്നറിയോ ഈ പിന്നെ കമ്പോസ്റ്റ്. ഇതുകൊണ്ട് നമുക്ക് ഇഞ്ചി നടാം. കുഞ്ഞു ചാക്കിൽ കമ്പോസ്റ്റ് ആക്കി വെക്കാം. അത് ഞാൻ വലുതിൽ ചേന നടാന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ കമ്പോസ്റ്റ് ആയത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എൻ്റെ ഉണ്ടൊന്ന് അതും കാണിച്ചു തരാം. ഗ്ലൗസ് ഇട്ടില്ല. ഗ്ലൗസ് മേലൊന്നും വെളഞ്ഞാവണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇതൊക്കെ ഞാനിപ്പം പണിയെടുത്തതല്ലേ. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഇടയ്ക്കൊരു മണ്ണിട്ട് കൊടുക്കണം. ഇടയ്ക്ക് മണ്ണ് കുറേ ഒന്നും ഇടണ്ട. ഒന്ന് മണ്ണ് കുടയണം, കൂട്ടിന് തേങ്ങ ഇടും പോലെ. അതെന്താണെന്നറിയോ? ഈ മണ്ണിലുള്ള ജീവികളെല്ലാം, നല്ല ജീവികൾ മണ്ണിലുണ്ടല്ലോ, ആ സൂക്ഷ്മ ജീവികൾ നമ്മൾ ഇടുന്ന ഈ ഇതില്ലേ മടലി, അതെല്ലാം പെട്ടെന്ന് കമ്പോസ്റ്റാക്കി മാറ്റും. അതുകൊണ്ട് ഇടയ്ക്കൊരു മണ്ണിടണം. ഇടയ്ക്ക് മണ്ണ്. ഇനി അടുത്തത് ഒരു കഞ്ഞിവെള്ളം പുളിപ്പിച്ച് കുറേ ദിവസം പഴകിയതായിക്കോട്ടെ, ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ അതിൽ മറ്റ് ചെടികൾക്ക് ഇട്ടാലോന്ന് വിചാരിച്ചിട്ട് ഉള്ളിത്തോല കെട്ടിയിരുന്നു. അത് നിങ്ങൾ നോക്കണ്ട. ഒക്കെ ഇതിന് നല്ലതേ ഉള്ളൂ, ചീത്തല്ല, നല്ലതേ ഉള്ളൂ. കുറച്ച് ഒലിക്കുകയൊക്കെ ചെയ്യും, അത് നോക്കണ്ട. വീണ്ടും ഇതാ നമുക്ക് ഒരു ചാക്ക് ഫുള്ളാക്കി അവിടെ കെട്ടി അവിടെ വെച്ചാൽ മതി. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചേമ്പോ എല്ലാം മണ്ണായിട്ടും ഉണ്ടാവും. മണ്ണൂട്ടുന്നുണ്ടല്ലോ, ഇങ്ങനെ റൗണ്ടിലാക്കി കഴിഞ്ഞാൽ ഇത് വീഴൂര. അങ്ങനെ ഒരു ഗുണമുണ്ട്. നല്ല ഇങ്ങനെ ഉഷാറിൽ നിൽക്കും. ഈ ചക്കമടലിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈർപ്പം നിലനിൽക്കും. പിന്നെ ധാരാളം നൈട്രജനും പൊട്ടാസ്യം ഒക്കെ ഉള്ളത് കൊണ്ട് ചെടികൾക്ക് വളർച്ചയ്ക്കും പൂവിടാനും കായിടാനും ഇത് ബെസ്റ്റാണ്. പിന്നെ ഈർപ്പം നിലനിൽക്കുന്ന തന്നെ ഭയങ്കര. പിന്നെ അതുമല്ല, മണ്ണിലുള്ള ബാക്ടീരിയകളുണ്ട്, നല്ല ബാക്ടീരിയകളെ വളർച്ച ത്വരിതപ്പെടുത്തും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നല്ലതാണ്. പിന്നെ ഇതുകൊണ്ട് പൊത ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങൂര മണ്ണ്, ഈർപ്പം അങ്ങനെ ഉണ്ടാവും. ഇപ്പം ചക്കമടൽ നിങ്ങൾ പണിയെല്ലാം കഴിഞ്ഞിട്ട് ചക്കമടൽ നിങ്ങൾ തോട്ടത്തിലേക്കൊന്ന് എറിഞ്ഞു നോക്കിയാൽ ഒരു ദിവസം കുഴപ്പമുണ്ടാവില്ലായിരിക്കും. 2-ാം ദിവസം പൂന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീവിയുണ്ട്. അതിനെന്താ അവിടെ പറയുക? ചോണനറക്കാന്നൊക്കെ ഞങ്ങൾ പറയും. ഞങ്ങളെന്താ പറയുകയെന്നറിയില്ല. പൂന്നെല്ലു. അവിടെ ഈച്ച വരും, കൊതുക് വരും, എലി വരും, പെരിച്ചാഴി വരും, നായ, പട്ടി, പാമ്പ് വരെ വരും. കാരണം എന്താ? എലിനെ പിടിക്കാൻ പാമ്പ് വരും. പിന്നെ സ്മെല്ല് പറയേണ്ടി വരും, ചീത്ത സ്മെല്ലും. പെരിച്ചാഴി വന്നാലുള്ള കുഴപ്പം എന്താ? എലി വന്നാൽ നമ്മളെ പച്ചക്കറി മുഴുവനും നശിപ്പിക്കും. പിന്നെ കൊതുക് വന്നാലോ നമുക്ക് ഉറങ്ങാൻ കഴിയുമോ? കൊതുക് കടിച്ചിട്ട് അല്ലാതെ തന്നെ ഇപ്പോൾ ഉറങ്ങാൻ കഴിയില്ല, ചൂടാ. അപ്പോൾ നമ്മൾ സുരക്ഷിതമായിട്ട് നല്ലൊരു സ്ഥലത്ത് വളം ഉണ്ടാക്കി അവിടെ വെച്ചാൽ ആ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ പണിയെടുക്കുന്ന ബുദ്ധിമുട്ട് നമ്മൾക്ക് ഇതുപോലെ അങ്ങ് ചെയ്താൽ, അലക്ഷ്യമായിട്ട് വലിച്ചെറിയാതെ ഇങ്ങനെ അങ്ങ് ചെയ്താൽ തോട്ടം ക്ലീനായി. തോട്ടം നല്ല പഴുത്ത ചക്കയാണെങ്കിൽ എല്ലാം തന്നെ
ആ തോട്ടത്തിലൊക്കെ വലിച്ചെറിഞ്ഞാലേ, ഇനി അഥവാ നിങ്ങൾക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ മടിയുള്ളവരാണെങ്കിൽ തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ കൊണ്ടുപോയി അതിൻ്റെ മേലെ മണ്ണിടണം. മണ്ണിട്ട് കഴിഞ്ഞാൽ അത് വേഗം കമ്പോസ്റ്റ് ആവും. അവിടെ ഈച്ച, കൊതുക്, എലി, പെരുച്ചായി ഒന്നും വരില്ല. ഇപ്പം ഞാൻ ആദ്യം ഒരു ലെയർ ഇട്ട് അതിൽ കുറച്ച് കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഇത് മണ്ണിട്ട് രണ്ടാമത്തെ ലെയറും ഇതിട്ട് കഴിഞ്ഞു. ഇനി ഞാൻ ഇടുന്നത് വീണ്ടും അതേപോലെ തന്നെ മണ്ണ്. ഞാൻ പറഞ്ഞല്ലോ മണ്ണിട്ടുള്ള ഗുണങ്ങൾ. ഇത് നല്ല ഈർപ്പം നിലനിൽക്കുന്നത് തന്നെ നമുക്ക് വലിയ ഗുണമല്ലേ, നല്ല വളവും കിട്ടുകയല്ലേ. ഇതിനൊക്കെ നമുക്കൊരു മനസ്സ് വേണം കേട്ടോ. ചക്കപ്പണി കഴിഞ്ഞാൽ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പണി ഒരു ബക്കറ്റിലിടോ എടുത്ത് വെച്ചാൽ മതി. ഒഴിവ് കിട്ടുമ്പോൾ നമുക്കിത് ചെയ്യാം. പുളിപ്പിച്ച കഞ്ഞിവെള്ളം എല്ലാത്തിനും നല്ലതാണ്. പച്ച മടലിനേക്കാൾ പഴുത്തതാ വല്ലാത്ത ബുദ്ധിമുട്ടാക്കൽ തോട്ടം. അവിടെയാണ് ഭയങ്കര കൊതുകും അതുമൊക്കെ വരിക. ഇനി ഇടുന്നത് എൻ്റെ ഇവിടുത്തെ പഴത്തോട്, എന്താ അറിയില്ല എന്തോന്നുണ്ടായി, പഴത്തിൻ്റെ എല്ലാ മാങ്ങ ചെത്തിയത് ഇതാ അതെല്ലാം ഇടുക. മാങ്ങൻ്റെ എല്ലാ പഴത്തിൻ്റെതൊക്കെ ഇടുക. ഞാനിത് എടുത്ത് വെച്ചതായിരുന്നു. ഞാൻ കർമൂസ് ചെത്തിയതായിരുന്നു. ഞാൻ വിത്താക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇനിയൊക്കെ ഇതിൽ നിന്ന് തന്നെ വളമായിക്കോട്ടെ. നമ്മൾ കൊണ്ടുപോയി ഇടുമ്പോൾ ആടുന്ന് കർമൂസ് മുളക്കട്ടെ. എൻ്റെ മുട്ടത്തോടുണ്ട്, പിന്നെ ഇതുണ്ട്, ക്യാരറ്റ് ഉണ്ട്, മുത്ത് ചീഞ്ഞതും എല്ലാം. ഒന്ന് അടുത്തുനിന്ന് കാണിച്ചിറ വരും. അടുത്ത് ഇതൊക്കെയാണ് എൻ്റെ. ഇതൊന്നും ഇപ്പം ഇതേപോലെ അവിടെ വെച്ചാലുണ്ടല്ലോ എൻ്റെ അമ്മോ, ഒരു കൊതുകും ഈച്ചി ചോണനും എല്ലാ സംഭവങ്ങളും സ്മെല്ലും ഒക്കെ ഉണ്ടാവും. മണ്ണിട്ടാൽ മൊത്തം പോവും. മണ്ണിന് അങ്ങനത്തെ ഒരു ശക്തി ഉണ്ട്. ഞാൻ എൻ്റെ മേലെ മണ്ണിടട്ടെ കേട്ടോ. മണ്ണിടട്ടെ. ഇതിപ്പം നിങ്ങൾ ഈ മഞ്ഞ കളർ കാണുന്നില്ലേ? മഞ്ഞ കളറൊന്നും കാണൂല. കുറച്ച് കമ്പോസ്റ്റായി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെതായത് കറുപ്പ് കളറ് വരും. കരിയിലൻ്റെ അതേ ഗുണം തന്നെ ഇതിനും. ഒന്ന് ചെറുതാക്കി കളയുണ്ട് കേട്ടോ. ഞാൻ ചെറുതാക്കിയിട്ടുണ്ട് പണിയെടുക്കുമ്പം തന്നെ. 2 ചക്കനോണ്ട് ഒരു ചാക്ക് മടൽ ഇതാ. പാത്രം ഒഴിഞ്ഞ് ഞാൻ അതിലേക്ക് അങ്ങ് എടുത്തച്ചേ. ഇങ്ങനെ ആക്കണം. ഒന്ന് ലെവല് ചെയ്യുക, എന്നാൽ ഒരു മട്ടത്തിൽ നിൽക്കാനേ. ഇപ്പം ഞാൻ ഇതിൽ എന്തെല്ലാം ഇട്ടെന്നറിയോ? ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഞാൻ നേരിൽ കാണിച്ചു തന്നല്ലോ. ചക്ക മടൽ, മണ്ണ്, പുളിപ്പിച്ച കഞ്ഞിവെള്ളം, പഴത്തൊലി, പച്ചക്കറി മുറിച്ചിട്ടത്, മുട്ടത്തോട് എല്ലാം ഇതിലങ്ങിട്ട് മണ്ണും ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് ഒരു മാസം കഴിഞ്ഞ് നമുക്ക് മഴ തുടങ്ങാൻ കാലമാകുമ്പോഴേക്കും ഇത് കമ്പോസ്റ്റായി മാറിയിട്ടുണ്ടാവും. നമുക്ക് നേരിട്ട് ഇതിൽ ചേന നടാം. നമുക്ക് വളം വാങ്ങണ്ട. പുരക്കാരെ ബുദ്ധിമുട്ടാക്കിയിട്ട് വളം വാങ്ങിത്തരീന്നും പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാക്കേ വേണ്ട. നമുക്ക് തന്നെ ഇങ്ങനെ അവരാരും ബുദ്ധിമുട്ടാക്കണ്ട. കുറച്ച് മണ്ണങ്ങ് ഇടുക. കാരണം ഞാൻ ഇത് കെട്ടി വെക്കുക. എനിക്കിതിൽ ഇത്ര മതി. ഞാൻ ഇനി ഒന്നും ഇടൂല. കാരണം എനിക്കിതിൽ ചേന നടാനാ. ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കട്ടെ കേട്ടോ. എന്താ കണ്ടില്ലേ? ഇങ്ങനെ അത് കെട്ടി വിടും. ഞാൻ ഇങ്ങനെ അങ്ങ് കെട്ടു. എന്നിട്ട് ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചില്ല. കഞ്ഞിവെള്ളം കൂടി ഒഴിക്കട്ടെ. കഞ്ഞിവെള്ളമൊക്കെ സ്മെല്ല് ജമ്മോ. പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിന് ഭയങ്കര സ്മെല്ലാട്ടോ. ശ്രദ്ധിക്കണോ? വളം കിട്ടുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമല്ല. നല്ല ശ്രദ്ധ വേണോ. നമ്മൾ മേലായിക്കൂടാ. കുറച്ചും കൂടി മണ്ണിട്ടാട്ടെ. പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇതിന് ഞാൻ ഒന്നും ഇടുന്നില്ല. ഇനി ഞാൻ ഒന്നും ഇടുന്നില്ല. അതങ്ങനെ കെട്ടി വെക്കും. ഞാൻ കയറെടുക്കട്ടെ കെട്ടാൻ. അപ്പം ഞാൻ ഇതിലിട്ടതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ലാസ്റ്റ് കുറച്ച് മണ്ണും പുളിപ്പിച്ച കഞ്ഞിവെള്ളവും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇങ്ങനെ അങ്ങ് പിടിച്ച് കെട്ടിയില്ല.
ഇടയ്ക്ക് ഞാൻ ഇനി പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിക്കും. ഇതെങ്ങനെ കെട്ടിട്ടിട്ട് ഒരു സൈഡിൽ അവിടെ കൊണ്ടുപോയി വെക്കും. വെയിലും മഴയൊക്കെ എൻ്റെ കൊള്ളലുണ്ട് കേട്ടോ, അതൊന്നൊരു കുഴപ്പമില്ല. അങ്ങനെ ഇതിനിപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ ഇത് ഒരുവിധം കമ്പോസ്റ്റായി, മൊത്തമായില്ലെങ്കിലും എന്നിട്ട് ഇത് എടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ ചേന ചേമ്പൊക്കെ ഇതിൽ തന്നെ പിന്നെ പാത്രം തരയണ്ട, മണ്ണൊരുക്കണ്ട, പുല്ല് പറിക്കണ്ട, വളം ഒരുക്കണ്ട, ഒന്നും വേണ്ട. വീട്ടുകാരോട് വളം വാങ്ങിത്തരിന്ന് പറയണ്ട, വിത്ത് നമ്മളെ കയ്യിൽ വേണം, ചേനൻ്റെയും ചേമ്പിൻ്റെയും ഒക്കെ. പിന്നെ ഇത് ഞാൻ ഹോൾസ് ഇട്ടില്ല കേട്ടോ, ഹോൾസ് ഇടട്ടെ. എൻ്റെ കത്രികയുടെ വെച്ചറിയില്ല, എടുത്തിട്ട് തരട്ടെ. ഒരു ചക്കനോട് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടായി നോക്കി നോക്ക്. അങ്ങനെ നമുക്ക് എത്ര ചക്ക ഉണ്ട്, ദിവസേന ചക്കൻ്റെ പണി എടുക്കുന്നവരില്ല, ചില വീടുകളിൽ നിന്ന് ഒഴിച്ച് കളയുന്നുണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് പശുക്കളൊക്കെ തിന്നു കേട്ടോ, ചക്കമടൽ അതും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കമ്പോസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ചേന മാത്രം നടുന്നതെങ്കിലുണ്ടല്ലോ, ചീരയൊക്കെ നടുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഹോൾസ് കുത്തിയിട്ട് ഇവിടെയൊക്കെ ചീര നടാം, മേലെ വേറെ എന്തെങ്കിലും നടാം, ഒക്കെ ചെയ്യാം. നല്ല സൗകര്യമാണ്. ഞാൻ ഹോൾസ് ഇടുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ കാണണ്ടാന്ന് വിചാരിച്ചാൽ, കാരണം എന്താ അറിയോ, ഹോൾസ് ഇടണമെന്ന് എന്നോട് ചോദിക്കലുണ്ട്. അങ്ങനെ അത് കുത്തു കൊടുത്താൽ മതി എല്ലാ ഭാഗത്തും. ഹോൾസ് എടുത്താലുള്ള കുഴപ്പം എന്താ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇത്ര മതി. അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തന്നല്ലോ, ഹോൾസ് കൊടുക്കണമെന്ന് ചോദിച്ചിരുന്നു. ഹോൾസ് കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിക്കണം, മണ്ണൊക്കെ ഇട്ടത് തന്നെ ധാരാളമാണ്. അങ്ങനെ ഇടയ്ക്കൊന്ന് ഇങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമ്പോസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ചെയ്താലുള്ള ഗുണം ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. വീടും പരിസരവും വൃത്തിയാവും. നമുക്ക് തോട്ടത്തിലൂടെ ധൈര്യമായിട്ട് നടക്കുക. ഒരു സ്മെല്ലും ഉണ്ടാവില്ല, ചീത്ത സ്മെല്ല്. കൊതുക്, ഈച്ച, പെരിച്ചായി, പാമ്പ്, എലി, പട്ടി, പൂച്ച ഒന്നും ഉണ്ടാവില്ല ആ ഭാഗത്ത്. ഇത് നമ്മൾ ഭദ്രമായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം പച്ചക്കറി ഉണ്ടാക്കുക. പച്ചക്കറി ഉണ്ടാക്കിയിട്ട് നമുക്ക് വിഷരഹിത പച്ചക്കറി നമ്മളെ മക്കൾക്ക് കൊടുത്തൂടെ. ആണുങ്ങൾ പോയി പണിയെടുത്ത് കൊണ്ട് പൈസ കൊണ്ടുവരട്ടെ, പെണ്ണുങ്ങൾ എന്താക്കുക, ഇങ്ങനെയൊക്കെ ലേഡീസ് ഞാനടക്കമുള്ളവർ പോയി എന്തെങ്കിലും കൃഷി ചെയ്തിട്ട് അവർ വരുമ്പോൾ പണിയെടുത്ത് തളർന്ന് വരും. അവർക്ക് ഇങ്ങനെ ഒരു കൊട്ട നിറയെ പച്ചക്കറി കാണിച്ചു കൊടുക്കുക. നല്ല ഹാപ്പിയാവും. ആ കുടുംബം തന്നെ സ്വർഗം പോലെ മുന്നോട്ട് പോവാം. ഇനി ഞാൻ എൻ്റെ കരിയില കമ്പോസ്റ്റ് എന്ന് പറഞ്ഞു പോവുക. ഈ ചക്കമടൽ കമ്പോസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയ ചീര വളർന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ദീർപ്പം നില നിൽക്കുന്നുള്ളു, പൊതയായിട്ട് ഇട്ട് കൊടുത്താൽ അങ്ങനെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഞാൻ ചക്കമടൽ ഇതിലിട്ടിട്ട് നട്ടുണ്ടാക്കിയ ചീര വളർന്നത് 3 ചീര. അത് കണ്ടോ, ഉഷാറിൻ്റെ ചീരൻ്റെ. അയ്യോ ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്കിങ്ങനെ ഉണ്ടായി കാണുന്നത്. ഒരു കുത്തുപോലും ഏടിയില്ല. പിന്നെ എന്താ, റോഡ് സൈഡ് ആയതുകൊണ്ട് കുറച്ച് പൊടി പോയിട്ടുണ്ട്, മണ്ണിൻ്റെ പൊടി. ഇങ്ങനെ അങ്ങോട്ട് ഉഷാറിലുണ്ടാവും ചീര. ഇനി ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. കമ്പോസ്റ്റ് ഇതാ കണ്ടോ, ഞാൻ ഇട്ടിട്ട് കമ്പോസ്റ്റ് ആയത് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും, ഞങ്ങൾ കാണിച്ചു തരാം. അടിയിലെത്തുമ്പോൾ കുറച്ചൊരു നനവുണ്ട്, കാരണം ഇത് 100% കേട്ടായില്ല, മേൽഭാഗമായിട്ടുണ്ട്. എന്താ പൊടിഞ്ഞു വയ്ക്കുക. അടിയിൽ കാണിച്ചു തരാം കഷ്ണോ. ഇതൊക്കെ ഇതാണ് എൻ്റെ കഴിഞ്ഞ മാസം ഒരു ചക്ക കിട്ടിയിരുന്നു, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാ. കഴിഞ്ഞ മാസമല്ല, അതിൻ്റെ മുമ്പത്തെ മാസം. നിനക്ക് എങ്ങനെയുണ്ട് എൻ്റെ കമ്പോസ്റ്റ്? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതുപോലെ ഉണ്ടാവും. ഉണ്ടാക്കി വെക്കേണ്ടി പെട്ടെന്ന് കമ്പോസ്റ്റ് ആവും. ഈ ചക്കമടൽ കരിയില അതുപോലെയല്ല, പെട്ടെന്നാവും. ഒരു നനവാ, ഈർപ്പത്തെ സംരക്ഷിക്കാൻ കഴിയും. ഞാനില്ലേ ഇങ്ങനെയുള്ള കമ്പോസ്റ്റൊക്കെ ഇട്ടിട്ട് ഞാനൊന്നും പൈസ കൊടുത്ത് വാങ്ങുന്നില്ല, നിങ്ങളോട് പറയലുണ്ടല്ലോ. ഇതാ നോക്ക്, എൻ്റെ കരുവേപ്പില നോക്കി, എന്തോ ഉഷാർ. എനിക്കതിനൊന്നും വിളവെടുക്കാൻ തോന്നൂല മക്കളെ, എന്താ ചെയ്യുക? ഈ ഉഷാർ കണ്ടാൽ നോക്കിക്കാൻ എനിക്കിഷ്ടമുള്ളൂ. ഞാൻ എൻ്റെ തക്കാളിന്ന് എൻ്റെ കർമൂസ് തൈ ഉണ്ടായത് ഒക്കെ ഈ വളം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്താ എൻ്റെ ചേമ്പ് എന്നെക്കാൾ ഉയർന്നുണ്ട് കേട്ടോ. എൻ്റെ കർമൂസിനൊന്നും ആരും വളം കൊടുക്കലുണ്ടാവില്ല, ഞാൻ കമ്പോസ്റ്റ് അങ്ങ് ഇടാറുണ്ട്. ഏതായാലും ഞാൻ കോരി എടുത്തല്ലോ എൻ്റെ കമ്പോസ്റ്റ്. നോക്കി കമ്പോസ്റ്റ് നോക്കിക്കാനാണ് ഇഷ്ടം. കുറച്ച് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതെൻ്റെ വെർട്ടിക്കൽ ചീര കേട്ടോ, ചുവന്ന ചീര. അത് ഞാൻ ഇപ്പം ഇന്ന് വിളവെടുക്കണം. ഇതിനൊക്കെ ഞാൻ കുറച്ച് ഇട്ടിട്ടേ ഉള്ളൂ. കണ്ടോ, ഇതിൻ്റെയൊക്കെ വളർച്ച അത് അങ്ങോട്ട് അങ്ങോളം അത് നൈട്രജൻ കണ്ടൻറ്റ് കൂടിയിട്ടായി
കണ്ടില്ലേ എൻ്റെ ചക്കമടൽ കമ്പോസ്റ്റ് ഒരു മാസം മുമ്പ് ഞാൻ ഉണ്ടാക്കിയത്. ഈ കമ്പോസ്റ്റ് കൊണ്ട് ഞാൻ ഓരോ ചെടി നട്ടിട്ടുണ്ടാകുന്ന കായ, അതിൻ്റെ ഫലവും അതിൻ്റെ ഉഷാറും ഇതാണ് എൻ്റെ ചക്കമടൽ കമ്പോസ്റ്റ്. ഈ ചക്കമടൽ കമ്പോസ്റ്റിന് ചെടികൾക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ റോക്കറ്റ് സ്പീഡിലാണ്. കാരണം അത് നൈട്രജൻ കണ്ടന്റ് ധാരാളം, പൊട്ടാസ്യം. അപ്പം ഞാനിത് ഇങ്ങനെ ഇതിൻ്റെ മുമ്പ് ഇട്ട് കൊടുത്തതിൻ്റെ അപ്പോൾ നിങ്ങൾ ഞാൻ ചക്കമടൽ കമ്പോസ്റ്റ് ഉണ്ടാക്കിയ വീഡിയോ കണ്ടല്ലോ. ഇപ്പം നല്ല ടൈമാണ്, ആരും മടിച്ചിരിക്കേണ്ട. കൃഷിക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഓരോ ചാക്കിലും ഓരോ ദിവസം ചക്കമടൽ കമ്പോസ്റ്റ് ഉണ്ടാക്കിക്കോളി കേട്ടോ. എന്നാൽ നമുക്ക് പലതും നടാം. എവിടെയും പോയി വളത്തിന് അന്വേഷിക്കണ്ട, വീട്ടുകാരെ ബുദ്ധിമുട്ടാക്കണ്ട, പണം ചെലവ് ഉണ്ടാക്കണ്ട. ഇങ്ങനെ തന്നെ ഒരു ചില്ലിക്കാശ് മുടക്കാതെ നല്ല പവർഫുൾ വളം നമുക്ക് കിട്ടും. അത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം എൻ്റെത് കണ്ട് അതേപോലെ ചെയ്യുന്നവരാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് കേട്ടോ. എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.